മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശ വിവാദത്തിൽ വ്യത്യസ്ത നിലപാടുമായി ബി.ജെ.പി. നേതാവ് സി.കെ. പത്മനാഭൻ. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഹാലിളകും. ആ കൂട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എത്തിയത് എങ്ങനെയെന്ന് ചിന്തിക്കണമെന്നും കാട്ടിലെ പുലിയെ പിടിക്കാൻ കാടിന് തീയിടുകയാണ് മുഖ്യമന്ത്രിയെന്നും സി.കെ. പത്മനാഭൻ പറഞ്ഞു. ഇപ്പം മുഖ്യമന്ത്രി പറയുന്നു 150 കിലോ സ്വർണം 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വന്നു. പുറത്തുനിന്ന് 123 കോടിയുടെ ഹവാനപ്പണം വന്നു. അത് കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്തായതുകൊണ്ട് ഇത് മലപ്പുറം ജില്ലയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഒരു നല്ല രീതിയല്ല. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചില ഞരമ്പ് രോഗികൾക്ക് ഹാലടക്കാറുണ്ട്. അത് ശരിയല്ല, അതൊരു ശരിയായ നിലപാടല്ല. അത് ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോഴും ഹാലടക്കുന്ന ചില ഞരമ്പ് രോഗികളുടെ കൂടാരത്തിൽ പട്ടികയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് എത്തിയത്, എന്തടിസ്ഥാനത്തിലാണ് എത്തിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഗൗരവവും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ സി.കെ. പത്മനാഭൻ ബി.ജെ.പിയിൽ ഏകാഗിയാണ്. ബി.ജെ.പിയുടെ പൊതു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം എടുക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. ഇപ്പോൾ മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. അതായത് മറ്റ് ബി.ജെ.പി. നേതാക്കളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഈ മലപ്പുറം വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ വിവാദത്തോട് അല്ലെങ്കിൽ ആ പ്രസ്താവനയോട് ചേർന്ന് നിന്നുള്ള ഒരു പ്രതികരണം നടത്തുമ്പോഴാണ് സി.കെ. പത്മനാഭൻ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതും ഗൗരവതരമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ഹാലിളകുന്ന ചില ഞരമ്പ് രോഗികളുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി എങ്ങനെയാണ് പെട്ടത് എന്ന് ഗൗരവത്തോടു കൂടി ചിന്തിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അതിനു പുറമെ മലപ്പുറത്തിന് പുറമെ കടപ്പുറം എന്ന് കേട്ടാലും മാളികപ്പുറം എന്ന് കേട്ടാലും ചില ആൾക്കാർക്ക് ഇത്തരത്തിൽ ഞരമ്പ് രോഗമുണ്ടാകും. ശബരിമല വിവാദം ഉൾപ്പെടെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സി.കെ. പത്മനാഭൻ ഇത്തരത്തിലൊരു വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ബി.ജെ.പി. നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക നേതാക്കൾ എല്ലാവരും തന്നെ സ്വീകരിക്കുന്ന ഒരു നിലപാടിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ടുള്ള ഒരു നിലപാടാണ് സി.കെ. പത്മനാഭൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു വ്യത്യസ്ത നിലപാടാണ് ഇത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. എന്ത് രീതിയിലാണ് അല്ലെങ്കിൽ എന്ത് ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അത്തരത്തിലുള്ളൊരു പ്രസംഗം ഈ നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് അത് ബി.ജെ.പിയുടെ പൊതു നിലപാടിൽ നിന്നും ഒരു വ്യത്യസ്തമായ വിപരീതമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അതിനു പുറമെ അദ്ദേഹം നടത്തുന്ന മറ്റൊരു പ്രസ്താവന പി.വി. അൻവറിനെ പ്രതിരോധിക്കാൻ CPIM പി.വി. അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പ്രതിരോധിക്കാൻ CPIM-ൻ്റെ പാർട്ടി സംവിധാനങ്ങൾ ഒന്നാകെ ഇറങ്ങേണ്ടുന്ന അവസ്ഥയിലാണുള്ളത്. അൻവറിനെ പ്രതിരോധിക്കാൻ ഈ CPM ആകെ തന്നെ രംഗത്തിറങ്ങുന്നു. അത് പുലിയെ പിടിക്കാൻ കാടിന് തീയിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. പുലിയെ പിടിക്കാൻ കാടിന് തീയിടുന്ന രീതിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്ന പ്രസ്താവന കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ബി.ജെ.പിയുടെ ഒരു പൊതു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സി.കെ. പത്മനാഭൻ സ്വീകരിച്ചിരിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, ഇന്ന് പോലും അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ള ചില പ്രതികരണങ്ങളെല്ലാം തന്നെ അത് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനയോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. എന്നാൽ സി.കെ. പത്മനാഭൻ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് അത് മുഖ്യമന്ത്രിയെ അതിനിശ്ചിതമായി വിമർശിക്കുന്നതാണ്. മലപ്പുറത്തെ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കടത്ത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ ഒരു കേന്ദ്രമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സ്മൃതി.